നമസ്കാരം. ഈ ദിവസത്തെ സമഗ്ര വാർത്തകളുമായി 24 റൗണ്ട് അപ്പ് തുടങ്ങുകയാണ്. ആദ്യം പോകുന്നത് ഒരു പ്രധാനപ്പെട്ട വാർത്തയാണ്. ഈ മണിക്കൂറിലെത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയും മദ്യപാനം ചോദ്യം ചെയ്തതിന് മധ്യവയസ്കനെ കഴുത്തറുത്ത് കൊലപ്പെടുത്തി. തിരുവനന്തപുരം കാരേറ്റാണ് സംഭവം. പേടികുളം സ്വദേശി ബാബുവാണ് കൊല്ലപ്പെട്ടത്. സലിം മാലിക് ചേരുന്നുണ്ട് തിരുവനന്തപുരത്തു നിന്ന് വിവരങ്ങളുമായി. സലിം, വല്ലാത്ത ആശങ്ക തോന്നുന്ന ഒരു വാർത്തയാണ് അല്ലെ? മദ്യപാനം ചോദ്യം ചെയ്തതിന് ഒരാളെ കൊലപ്പെടുത്തുക എന്ന് പറയുമ്പോൾ എന്താണിത് സംഭവിച്ചത്? ഇത് എപ്പോഴാണ് ഈ സംഭവം? വലിയ ആശങ്കയും ഒപ്പം തന്നെ നിരാശയും ഒക്കെ തോന്നുന്ന വാർത്തയാണ്. തിരുവനന്തപുരം കിളിമാനൂർ കാരേറ്റാണ് ഈ സംഭവം ഉണ്ടായത്. രാത്രി 9:30 ഈ സംഭവം ഉണ്ടാകുന്നത്. ഈ കിളിമാനൂർ പേടികുളം എന്ന് പറയുന്ന പ്രദേശത്ത് സ്ഥിരമായി മദ്യപിച്ച് ബഹളം ഉണ്ടാക്കാറുള്ള ആളായിരുന്നു ഈ പ്രതി സുനിൽകുമാർ. സ്വന്തം വീട്ടിൽ സുനിൽകുമാർ മദ്യപിച്ചെത്തി ബഹളം ഉണ്ടാക്കുക പതിവാണ് എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇന്ന് രാത്രി 9 മണിയോടെയും സുനിൽകുമാർ ഈ മദ്യപിച്ച് ബഹളം ഉണ്ടാക്കി. അപ്പോൾ അയൽവാസി കൂടിയായ കാരേറ്റ് പേടികുളം സ്വദേശി ബാബു അവിടേക്ക് ഈ മദ്യപാനം ചോദ്യം ചെയ്യാനായി എത്തി എന്നുള്ളതാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. ഇത് കണ്ട അയൽവാസിയായ ബാബു ചോദ്യം ചെയ്തതോടെ സുനിൽകുമാർ കയ്യിൽ കരുതിയിരുന്ന കത്തി കൊണ്ട് ബാബുവിന്റെ കഴുത്തറുക്കുകയായിരുന്നു. ഈ കഴുത്തറുത്തതിന് ശേഷം ഉടൻ തന്നെ അവിടുത്തെ നാട്ടുകാർ ചേർന്ന് ബാബുവിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അല്പസമയം മുൻപാണ് ഈ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ബാബു മരിച്ചിരുന്നെങ്കിലും ആ മരണം ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചതിന് ശേഷമാണ്. അപ്പോൾ തന്നെ പോലീസിൽ നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് പോലീസ് ഈ അയൽവാസിയായ സുനിൽകുമാറിനെ അപ്പോൾ തന്നെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ് ഇയാൾ ഉള്ളത്. സ്മിത. സലിം മാലിക്കാണ് തിരുവനന്തപുരത്ത് നിന്ന് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. മദ്യപാനം ചോദ്യം ചെയ്തതിനാണ് അയൽവാസിയായ മധ്യവയസ്കനെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയത്. തിരുവനന്തപുരം കാരേറ്റാണ് ഈ സംഭവം ഉണ്ടായത്. പേടികുളം സ്വദേശി ബാബുവാണ് കൊല്ലപ്പെട്ടത്. സലിം മാലിക് വിവരങ്ങൾ നൽകുകയായിരുന്നു. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിലെ സഹായത്തിൽ കേന്ദ്രത്തിനെതിരെ പ്രതിഷേധം പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേരളം. വയനാട്ടിൽ 19-ാം തീയതി LDF UDF ഹർത്താൽ. കേരളം ഇന്ത്യക്ക് പുറത്താണോ എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പാർലമെന്റിനകത്തും പുറത്തും വിഷയം ഉന്നയിക്കുമെന്ന് പ്രതിപക്ഷത്തിന്റെ പ്രതികരണം. മാനദണ്ഡം പാലിക്കാതെ എങ്ങനെ സഹായം നൽകും എന്ന വാദമാണ് BJP ഉന്നയിക്കുന്നത്. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ സാധിക്കില്ലെന്ന നിലപാട് കേന്ദ്രം ആവർത്തിച്ചതോടെയാണ് പ്രത്യക്ഷ പ്രതിഷേധവുമായി ഭരണ പ്രതിപക്ഷ കക്ഷികൾ രംഗത്തിറങ്ങിയത്. 19-ന് ഹർത്താൽ പ്രഖ്യാപിച്ചതിന് പിന്നാലെ LDFന്റെ നേതൃത്വത്തിൽ വയനാട്ടിൽ നൈറ്റ് മാർച്ച് നടത്തി. കേരളം ഇന്ത്യക്ക് പുറത്താണോ എന്നും കേരളത്തിന് എന്താണ് കുഴപ്പമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഒരു ദുരന്തം ഒരു നാടിന് സംഭവിച്ചാൽ ആ നാടിന് ഒറ്റക്കതെല്ലാം നിർവഹിക്കാൻ കഴിയില്ല. അതിന് സഹായം വേണം, പിന്തുണ വേണം. ഇപ്പം നമ്മുടെ ദുരന്തം വന്നതിന് ശേഷം മറ്റു ചില സംസ്ഥാനങ്ങൾ ദുരന്തമുണ്ടായി. ആ സംസ്ഥാനങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കേന്ദ്രം ധനസഹായം അനുവദിച്ചു. പക്ഷെ ആ സഹായം നമുക്കും ലഭിക്കണ്ടേ? നമ്മളെന്താ ഇന്ത്യക്ക് പുറത്തുള്ളവരാണോ? ഈ കേരളം എന്നത് പൂർണ്ണമായി തള്ളപ്പെടേണ്ട ഒരു സംസ്ഥാനമാണോ? എന്തേ നമുക്കുള്ള കുറവ്? കേന്ദ്രത്തിനെതിരെ രൂക്ഷമായ വിമർശനമാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുമുള്ളത്. പ്രധാനമന്ത്രിയുടേത് മനുഷ്യത്വ വിരുദ്ധ പ്രവർത്തനമെന്ന് T. സിദ്ദിഖ് MLA. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരായി നവംബർ മാസം 19-ാം തീയതി കാലത്ത് 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ ജനങ്ങളുടെ പിന്തുണയോടുകൂടി UDF ജനകീയ ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പ്രതിഷേധ പ്രകടനങ്ങൾക്ക് മുന്നണിയായും കക്ഷികളായും പലയിടത്തും ഇന്ന് UDF പ്രതിഷേധ പ്രകടനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയാണ്. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയാണ് ഹർത്താൽ. ജില്ലയിലെ താലൂക്ക് ആസ്ഥാനങ്ങളിൽ UDFന്റെ നേതൃത്വത്തിൽ പോസ്റ്റ് ഓഫീസുകളിലേക്ക് മാർച്ചും ധർണയും നടത്തും. അവശ്യ സർവീസുകളെ ഹർത്താലിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. എന്നാൽ ഊഹക്കണക്ക് നോക്കിയാണോ സഹായം നൽകേണ്ടതെന്നാണ് BJPയുടെ ചോദ്യം. ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാത്തതിന്റെ കാരണക്കാർ മുൻ കോൺഗ്രസ് സർക്കാരാണെന്നും കുറ്റപ്പെടുത്തൽ. UPA സർക്കാരാണ് ദേശീയ ദുരന്ത നിവാരണ നിയമം കൊണ്ടുവന്നത്. ആ ദേശീയ ദുരന്ത നിവാരണ നിയമത്തിൽ എവിടെയാണ് ദേശീയ ദുരന്തമായിട്ട് ഏതെങ്കിലും ഒരു ദുരന്തത്തെ പ്രഖ്യാപിക്കുന്നതിനെക്കുറിച്ച് ഉള്ള വിശദീകരണം നൽകിയിട്ടുള്ളത്? പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ വിഷയം പ്രചാരണത്തിൽ സജീവമായി ഉന്നയിക്കാനാണ് LDF UDF തീരുമാനം. ന്യൂസ് ഡെസ്ക് 24. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തവുമായി ബന്ധപ്പെട്ട് കേന്ദ്രത്തിന് നൽകാൻ കഴിയുന്ന തുകയുടെ കാര്യം ഈ മാസം തന്നെ കോടതിയെ അറിയിക്കുമെന്ന് കേന്ദ്രം. സംസ്ഥാന സർക്കാരിന്റെ കയ്യിൽ ഫണ്ട് ഉണ്ടെന്ന വാദം ഹൈക്കോടതിയിൽ കേന്ദ്രം ആവർത്തിച്ചു. കേരളത്തിന്റെ ആവശ്യങ്ങൾ കേന്ദ്രം അംഗീകരിച്ചില്ലെന്ന് സംസ്ഥാനം കുറ്റപ്പെടുത്തി.
മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനാകില്ലെന്ന് കേന്ദ്ര സർക്കാർ അയച്ച കത്ത് സംസ്ഥാനം കോടതിയിൽ സമർപ്പിച്ചു. അപകടം നടന്ന് 4 മാസം പിന്നിട്ടിട്ടും അടിയന്തര സഹായം പ്രഖ്യാപിക്കാൻ കേന്ദ്രം തയ്യാറായില്ല. ഇനി സഹായം അനുവദിക്കില്ലെന്ന് കത്തിൽ പറഞ്ഞിട്ടില്ലല്ലോ എന്ന് കോടതി സംസ്ഥാന സർക്കാരിനോട് ചോദിച്ചു. കത്തിന്റെ പശ്ചാത്തലത്തെക്കുറിച്ച് കേന്ദ്രത്തോടും വിശദീകരണം തേടി. ദുരന്തത്തിന്റെ വ്യാപ്തി നിശ്ചയിക്കാനുള്ള ഉന്നതതല സമിതി യോഗം ചേർന്നിട്ടില്ല. ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധി KV തോമസിന് കേന്ദ്രം അയച്ച കത്തിനെക്കുറിച്ച് പരിശോധിക്കുമെന്നും കേന്ദ്ര സർക്കാർ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു. വയനാട് പുനരധിവാസ പദ്ധതിക്കായി സംസ്ഥാന സർക്കാരിന്റെ പക്കൽ ആവശ്യത്തിന് തുകയുണ്ടെന്ന് കേന്ദ്രം ആവർത്തിച്ചു. കേസ് അടുത്ത വെള്ളിയാഴ്ച വീണ്ടും പരിഗണിക്കും. ദുരിതബാധിതർക്കായുള്ള സംസ്ഥാന സർക്കാരിന്റെ ധനസഹായം 1 മാസം കൂടി തുടരും. 24 കൊച്ചി. ആത്മകഥാ വിവാദത്തിൽ EP ജയരാജന്റെ വിശദീകരണം വിശ്വാസത്തിലെടുത്ത് CPIM. കാര്യങ്ങൾ EP ജയരാജൻ തന്നെ വിശദീകരിച്ചിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. വിവാദം പാർട്ടി അന്വേഷിക്കേണ്ട കാര്യമില്ലെന്നും EP ജയരാജനോട് വിശദീകരണം ചോദിക്കില്ലെന്നും CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും വ്യക്തമാക്കി. വിവാദത്തിൽ EP ജയരാജന്റെ പരാതിയിൽ പോലീസ് പ്രാഥമിക അന്വേഷണം തുടങ്ങി. LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയ ശേഷം ഇതാദ്യമായാണ് EP ജയരാജൻ CPIM സംസ്ഥാന സെക്രട്ടറി യോഗത്തിൽ പങ്കെടുത്തത്. ആത്മകഥാഭാഗങ്ങൾ എന്ന പേരിൽ പുറത്തുവന്നത് തന്റേതല്ലെന്നാണ് EP ജയരാജന്റെ വിശദീകരണം. തന്നെ തകർക്കാൻ ശ്രമം നടക്കുന്നതായും ജയരാജൻ സെക്രട്ടേറിയറ്റിൽ വിശദീകരിച്ചു. EP ജയരാജനെ പിന്തുണച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്തെത്തി. അദ്ദേഹം പറയുന്നു, ഈ പറഞ്ഞ തരത്തിലുള്ള ഒരു കാര്യങ്ങളും ഞാൻ ആ പുസ്തകത്തിൽ എഴുതാൻ ഉദ്ദേശിച്ചിട്ടില്ല, ഇതേവരെ എഴുതിയ ഭാഗത്തൊന്നുമില്ല, ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നു. ആ ദിവസം നോക്കി സൂക്ഷ്മമായി ഈ വാർത്ത മെനഞ്ഞെടുക്കുന്നു. പ്രസിദ്ധീകരണശാല പുസ്തകത്തിന്റെ സാധാരണ രീതിയിലുള്ള പ്രസാധനമല്ല ഉദ്ദേശിച്ചതെന്നും മുഖ്യമന്ത്രി പ്രതികരിച്ചു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ കൂടി പശ്ചാത്തലത്തിൽ EP തള്ളാതെയാണ് CPIMന്റെ പരസ്യ നിലപാട്. EP ജയരാജൻ എന്ന് പറയുന്നത് CPIMന്റെ സെൻട്രൽ കമ്മിറ്റി അംഗമാണ്. പിന്നെ ഞങ്ങൾക്കെതിരായിട്ടാണോ മറ്റേ ജയരാജനെതിരായിട്ടാണോ ഗൂഢാലോചിക്കണോ വല്ല കാര്യമുണ്ടോ? പാട്ട് ശരിയായി തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇല്ലാത്ത കാര്യം പ്രചരിപ്പിച്ചു തന്നെ മനസ്സിലാക്കാനായിട്ട്. ആത്മകഥാ വിവാദം പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയോ എന്ന ചോദ്യത്തിന് MV ഗോവിന്ദന്റെ മറുപടി ഇങ്ങനെ: പാർട്ടി എങ്ങനെയും ബാധിച്ചിട്ടില്ല. കാരണം ജയരാജൻ തന്നെ പറഞ്ഞു, ഞാൻ എഴുതുകയോ ഞാൻ പറയുകയോ ചെയ്യാത്ത കാര്യം എന്റെ പേരിൽ കള്ളപ്രചാരവേല നടത്തിയിട്ടുള്ളതാണ്. ആ പ്രചാരവേല നടത്തിയിട്ടുള്ളവർക്കെതിരായിട്ട് നിയമപരമായിട്ടുള്ള നിയമ സംവിധാനം ഉപയോഗിച്ചുകൊണ്ടുള്ള നടപടിയും അതുപോലെ തന്നെ DGPക്ക് തന്നെ ഇത് അന്വേഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള കത്തും എല്ലാം കൈമാറി കഴിഞ്ഞിട്ടുണ്ട്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് പൂർത്തിയാകും മുമ്പേ EP ജയരാജൻ മടങ്ങി. ഇതിനിടെ EP ജയരാജന്റെ പരാതിയിൽ പോലീസ് പ്രാഥമിക അന്വേഷണം തുടങ്ങി. ആവശ്യമെങ്കിൽ EP ജയരാജനിൽ നിന്നും മൊഴിയെടുക്കും. 24 തിരുവനന്തപുരം. 24 റൗണ്ടപ്പിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. മോഷ്ടാക്കളെ പേടിച്ച് ഉറങ്ങാതെ കാത്തിരിക്കുകയാണ് ഒരു നാട് മുഴുവൻ. തസ്കര ഭീതിയിൽ നാട്. ആലപ്പുഴ പുന്നപ്രയിൽ വീണ്ടും കുറുവ സംഘമെന്ന് സംശയിക്കുന്ന മോഷ്ടാക്കൾ. ഇന്നലെ രാത്രി പുന്നപ്ര തൂക്കുകുളത്താണ് മോഷ്ടാവിനെ കണ്ടത്. മുഖം മറച്ച് ശരീരം നിറയെ എണ്ണ തേച്ച മോഷ്ടാവിനെ പ്രദേശവാസിയായ യുവാവ് കീഴ്പ്പെടുത്താൻ ശ്രമിച്ചു. തുടർച്ചയായ 4ാം ദിവസമാണ് ആലപ്പുഴ ജില്ലയുടെ വിവിധ മേഖലകളിൽ മോഷ്ടാക്കൾ എത്തുന്നത്. മോഷണ പരമ്പരകൾക്ക് പിന്നിൽ കുറുവ സംഘമാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ഇതിന് കഴുത്തിൽ വിളിച്ചിട്ട് കളരികളിൽ ഞങ്ങൾ ചെയ്യുന്ന രീതിയിൽ കാല് ചവിട്ടി ഇരുത്തുക ചെയ്തത്. ഞാൻ ഇരുത്തിയതിന് ശേഷം എന്ന് പറഞ്ഞാൽ ഈ വഴുതി പോകണം. അപ്പോൾ എന്തോ എടുക്കാൻ പോകണ പോലെ എനിക്ക് തോന്നി. പോക്കറ്റിൽ നിന്ന് എന്തോ ഒരു കൈ കൊണ്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ എണ്ണ ഇതുകൊണ്ടാണ് ഈ ദള യൂസ് ചെയ്ത് ഇടിച്ചത്. ഞാൻ ഇടിച്ചപ്പോഴാണ് അയാളുടെ മൂക്ക് മുറിഞ്ഞിട്ടുണ്ട് നല്ലപോലെ. ഞാൻ അപ്പോഴാണ് അയാൾ തിരിഞ്ഞപ്പോൾ ഫേസ് ഞാൻ കണ്ടത്. കഴിഞ്ഞ രാത്രി തൂക്കുകുളത്ത് 2 പവന്റെ മാല നഷ്ടപ്പെട്ട മനോഹരന്റെ വീട്ടിൽ നിന്ന് കഷ്ടിച്ച് 1 കിലോമീറ്റർ മാറി പുന്നപ്ര വടക്ക് പഞ്ചായത്ത് 3ാം വാർഡിലാണ് ഇന്നലെ രാത്രി മോഷ്ടാവിനെ കണ്ടത്. ഓയിലായിരുന്നു, പിടിച്ചാൽ നമുക്ക് നിൽക്കുന്നില്ല. കയ്യിൽ നിന്ന് വഴുതി ഇപ്പോൾ കൊണ്ടുപോയി. മുഖം മറിച്ചിട്ടുണ്ട്. ഒരു പാൻറ് പോലെ, ഇത് ഇത്രയുള്ളൊരു പാൻറ് പോലെ ഉണ്ട്. ആളെ മുഖം ഞാൻ നേരിട്ട് ആ ഞാൻ ഇടിച്ച ഇടിയിലായിരുന്നു മൂക്ക് മുറിഞ്ഞിരുന്നു. കഴിഞ്ഞ രാത്രികളിൽ ജനൽ വഴി വീടിനുള്ളിലേക്ക് ടോർച്ചടിച്ചതായും രാത്രികാലങ്ങളിൽ മതിൽ ചാടുന്ന ശബ്ദം കേട്ടതായും നാട്ടുകാർ. മോഷ്ടാവിൻ്റെതെന്ന് സംശയിക്കുന്ന ഗ്ലൗസും കണ്ടെത്തി. 2 ഗ്ലൗസും അവിടെ 2 സ്ഥലത്തായിട്ട് കിടക്കുന്നത് കണ്ടു. ഞങ്ങൾ അവിടെ തൊഴിലുറപ്പിൽ നിന്ന് ഫോട്ടോ എടുക്കുന്ന സ്ഥലത്തായിരുന്നു. അപ്പം ഇന്നലെയൊന്നും ഇല്ലായിരുന്നു. കുറുവ സംഘത്തിൻ്റെതെന്ന് സംശയിക്കുന്ന CCTV ദൃശ്യങ്ങൾ കൂടി പുറത്തു വന്നതോടെ ജനങ്ങൾ ഭീതിയിലാണ്. ഉറക്കമില്ല, ഞങ്ങൾക്ക് ഉറക്കമില്ല. ഇന്നലെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ജനലെ വന്ന് ടോർച്ചടിച്ച് കഥകെ കൊട്ടുന്നു. കുഞ്ഞുങ്ങളെ കൊണ്ട് കിടന്ന് നമുക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. അതാണ് നമുക്ക് ഏറ്റവും വലിയ പ്രശ്നം. പുന്നപ്രയിലും മണ്ണഞ്ചേരിയിലും പോലീസും യുവാക്കളും അടങ്ങിയ ജാഗ്രതാ സമിതികൾ രൂപീകരിച്ച് രാത്രികാല പരിശോധന തുടങ്ങി.
ഇതിനിടെ മോഷ്ടാവെന്ന് നാട്ടുകാർ സംശയിച്ച തമിഴ്നാട് തെങ്കാശി സ്വദേശിയെ ആലപ്പുഴ സൗത്ത് പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇയാൾക്ക് മോഷണ സംഭവങ്ങളുമായി ബന്ധമില്ലെന്ന് ബോധ്യപ്പെട്ടതോടെ വിട്ടയച്ചു. മോഷണ പരമ്പരകളിൽ ജില്ലാ പോലീസ് മേധാവി രൂപീകരിച്ച 7-അംഗ സംഘത്തിന്റെ അന്വേഷണം പുരോഗമിക്കുകയാണ്. 24 ആലപ്പുഴ. കൊച്ചിയിലെ കുറുവാ സംഘത്തെ പിടികൂടാൻ പ്രത്യേക പോലീസ് സംഘത്തെ നിയോഗിച്ചുവെന്ന വാർത്ത വരുന്നു. മുനമ്പം ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ 10 അംഗ സംഘത്തെയാണ് നിയോഗിച്ചത്. കോട്ടയത്തും ജാഗ്രതാ നിർദ്ദേശമുണ്ട്. വിവരങ്ങളുമായി എസ് ശ്യാംകുമാർ കൊച്ചിയിൽ നിന്നും അരുൺ രാജ് കോട്ടയത്തു നിന്നും ചേരുന്നു. ആദ്യം എസ് ശ്യാംകുമാറിലേക്കാണ്. ശ്യാം, ഈ പറവൂരിലും സമാനമായ മോഷണം നടന്നു. വലിയ ഭീതിയിലാണ് പറവൂരിൽ ഉള്ളവരെല്ലാവരും തന്നെ. ഇപ്പം ഏതായാലും പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചു എന്നുള്ള വാർത്ത ഒരല്പം ആശ്വാസം തരുന്നുണ്ടല്ലേ? തീർച്ചയായും സ്മിത, പ്രത്യേക അന്വേഷണ സംഘത്തെ നിയമിച്ചു എന്നുള്ളത് മാത്രമല്ല, അവിടെ റൂറൽ എസ് പി നേരിട്ടെത്തി നാട്ടുകാർക്ക് ഉറപ്പ് നൽകുകയാണ്. പേടിക്കേണ്ട സാഹചര്യമില്ല, പോലീസ് പരിശോധനകൾ കർശനമാണ് എന്നുള്ള ഒരു ഉറപ്പ് എസ് പി തന്നെ നേരിട്ടെത്തി നൽകുകയാണ്. അതിനുവേണ്ടി മാത്രം അദ്ദേഹം ഇന്ന് രാത്രി 9 മണിയോടുകൂടി ആ പ്രദേശത്തെത്തുകയും ഈ മോഷ്ടാക്കളെത്തിയ വീടുകളിൽ എത്തി ഓരോരുത്തരെ കണ്ടും ഈ ഉറപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും നിലവിൽ മുനമ്പം ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ ഒരു 10 അംഗ സംഘത്തെയാണ് നിയമിച്ചിരിക്കുന്നത്. രാത്രികാലങ്ങളിലും പുലർസമയങ്ങളിലും പുലർച്ചെയും പോലീസിന്റെ പ്രത്യേക പട്രോളിംഗ് നടത്താനാണ് തീരുമാനം. ഇതിനു പുറമെ എസ് പിയുടെ പ്രത്യേക സംഘം, എസ് പിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള പ്രത്യേക സംഘത്തിന്റെ നിരീക്ഷണവും പ്രദേശത്ത് ഏർപ്പെടുത്തും. കുറുവാ സംഘമെന്ന് സംശയിക്കുമ്പോഴും പോലീസ് മറ്റൊരു വശം കൂടി അന്വേഷിക്കുന്നുണ്ട്. പ്രദേശത്തുള്ള പ്രാദേശിക കള്ളന്മാർ കുറുവാ സംഘത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് നാട്ടുകാരെ ഭീഷണിപ്പെടുത്തി മോഷണം നടത്താനുള്ള ഒരു ശ്രമമാണോ നടത്തുന്നതും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഏതായാലും പ്രത്യേക സംഘം ഇന്നു മുതൽ തന്നെ അന്വേഷണം തുടങ്ങി എന്നുള്ളതാണ് റൂറൽ പോലീസ് മേധാവി അറിയിക്കുന്നത്. ശരിയാണ് ശ്യാംകുമാർ, ഈ കുറുവാ സംഘമാണ് എന്നുള്ളത് സ്ഥിരീകരിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇപ്പോഴും സംശയം മാത്രമാണുള്ളത്. ശ്യാം ഇപ്പോൾ പറഞ്ഞതുപോലെ പോലീസിന്റെ ആ ഒരു സംശയം ശരിയാണ്. ഈ ഒരു പേര് പറഞ്ഞ് കുറുവാ സംഘമാണ് എന്നുള്ള പേരിൽ അത്യാവശ്യം മോഷണമൊക്കെ നടത്തിയേക്കാമെന്ന് പലരും ചിന്തിച്ചേക്കാം, പല മോഷ്ടാക്കളും ചിന്തിച്ചേക്കാം. കൃത്യമായ അന്വേഷണ സംഘത്തെ നിയോഗിച്ചു എന്നുള്ള ആശ്വാസകരമായ വാർത്ത ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് പോലീസ് ഉറപ്പു നൽകുകയും ചെയ്തിട്ടുണ്ട്. കോട്ടയത്ത് നിന്ന് അരുൺ രാജ് കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അരുൺ രാജ്, ഈ കോട്ടയം ജില്ലയിലും ജാഗ്രതാ നിർദ്ദേശമുണ്ട്, നമുക്കറിയാലോ. ഈ ആലപ്പുഴയുമായി അതിർത്തി പങ്കിടുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ പല പ്രദേശങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൂടി കലർന്ന് കിടക്കുകയാണ്. അപ്പോൾ അവിടെ ഏത് രീതിയിലുള്ള ജാഗ്രതാ നിർദ്ദേശമാണ്? ഈ അന്വേഷണ സംഘം അവിടെ കൂടി ചേർന്നാണോ അന്വേഷണങ്ങൾ നടത്തുന്നത്? സ്മിത, കഴിഞ്ഞ ദിവസങ്ങളിൽ ആലപ്പുഴയുടെ അതിർത്തി പങ്കിടുന്ന കോട്ടയം ഭാഗങ്ങളിലൊക്കെയാണ് ഈ മോഷണം നടന്നത്. അതുകൊണ്ട് തന്നെയാണ് കോട്ടയം ജില്ലയിൽ അതീവ ജാഗ്രത വേണമെന്ന നിർദ്ദേശം ഇപ്പോൾ കോട്ടയം എസ് പി തന്നെ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. കോട്ടയം എസ് പിയുടെ നിർദ്ദേശത്തിൽ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കോട്ടയത്തെ എല്ലാ SHOമാരും രാത്രികാല പട്രോളിംഗ് സജീവമാക്കണമെന്ന നിർദ്ദേശമാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ആലപ്പുഴ ജില്ലയുമായി അതിർത്തി പങ്കിടുന്ന തൃക്കൊടിത്താനം, ചിങ്ങവനം, വൈക്കം കുമരകം എന്നീ പോലീസ് സ്റ്റേഷനുകളിൽ രാത്രികാല പട്രോളിംഗിനൊപ്പം തന്നെ ഈ പട്രോളിംഗ് സംഘത്തെ സഹായിക്കാൻ പ്രത്യേക ടീം ഉണ്ടായിരിക്കണം. ഇവർക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ SHOയും ഉന്നത ഉദ്യോഗസ്ഥരും തുടർച്ചയായ മണിക്കൂറുകളിൽ നൽകണം. ഈ സ്ഥലങ്ങളിൽ അതീവ ജാഗ്രത തന്നെ പുലർത്തണം എന്നുള്ളതാണ് കോട്ടയം എസ് പി നൽകിയിരിക്കുന്ന നിർദ്ദേശം. കാരണം ഈ കുറുവാ സംഘങ്ങളുടെ പേരിൽ നടക്കുന്ന മോഷണം അത് ഒരു തരത്തിലും അവഗണിക്കാൻ കഴിയില്ല. കുറുവാ സംഘങ്ങളാണ് ഈ മോഷണങ്ങൾക്ക് പിന്നിലെങ്കിൽ അത് കൂടുതൽ അക്രമാസക്തമാവുന്ന രീതിയിലേക്കടക്കം കാര്യങ്ങൾ പോകും. കാരണം വീട്ടുകാരെ ദേഹോപദ്രവം ഏൽപ്പിക്കുന്ന രീതിയിലേക്കടക്കം കാര്യങ്ങൾ പോകും എന്നുള്ളതാണ് പോലീസ് വിലയിരുത്തുന്നത്. അത്തരം സാഹചര്യങ്ങൾ ഒന്നും തന്നെ ഉണ്ടാകാതിരിക്കാനുള്ള കർശനമായ നിയന്ത്രണം വേണം എന്നുള്ളതാണ് പോലീസിന് എസ് പി നൽകിയ നിർദ്ദേശം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ബസ് സ്റ്റാൻഡുകൾ, ഒഴിഞ്ഞ പ്രദേശങ്ങൾ, ആൾപ്പാർപ്പില്ലാത്ത സ്ഥലങ്ങൾ എന്നിവ കേന്ദ്രീകരിച്ച് പോലീസിന്റെ പട്രോളിംഗ് ടീമുകൾ തുടർച്ചയായ മണിക്കൂറുകളിൽ ഈ സ്ഥലത്തെത്തി പരിശോധന നടത്തുകയും ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ റിപ്പോർട്ട് ചെയ്യണമെന്ന ആവശ്യം കൂടി കോട്ടയം എസ് പി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഏതായാലും കോട്ടയം ജില്ലയുടെ ഭാഗത്തു കൂടി കൂടുതൽ പരിശോധന ശക്തമാക്കുന്നു, പട്രോളിംഗ് ശക്തമാക്കുന്നു. ആലപ്പുഴ ജില്ലയിൽ നിലവിലുണ്ട് എന്ന് സംശയിക്കുന്ന കുറുവാ സംഘങ്ങൾ അല്ലെങ്കിൽ ഈ മോഷണ സംഘങ്ങൾ കോട്ടയത്തെ കടക്കാതിരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഇപ്പോൾ കോട്ടയം പോലീസ് കൂടി മുന്നോട്ട് വെക്കുകയാണ്. ശരി, അരുൺ രാജാണ് കോട്ടയത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. കൊച്ചിയിൽ നിന്ന് എസ് ശ്യാംകുമാറും. ജാഗ്രത പാലിക്കേണ്ട സമയമാണ്. നാട്ടുകാരെല്ലാവരും വളരെ ജാഗരൂകരായി തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. പലരും ഉണർന്ന് ഇരിക്കുന്നുണ്ട്. യുവാക്കൾ, സ്ത്രീകൾ ഉൾപ്പെടെയുള്ള സംഘങ്ങളൊക്കെ തന്നെ ആലപ്പുഴയിലും പരിസരത്തും ഉണർന്നു തന്നെ ഇരിക്കുന്നുണ്ട്. അതീവ ജാഗ്രത പാലിക്കേണ്ട സമയമാണ്. പക്ഷേ അന്വേഷണ സംഘം കൃത്യമായി തന്നെ രാത്രിയും ഉണർന്ന് പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. വാർത്തകളിലേക്ക് വീണ്ടും. പാലക്കാട് 20-ാം തീയതിയാണ് വോട്ടെടുപ്പ്. അതിനു മുൻപ് തന്നെ വിവാദങ്ങളും കൊഴുക്കുകയാണ്. ഇരട്ട വോട്ട് വിവാദം. കേരളപ്പോര് പവേർഡ് ബൈ KLM Maxima ഗോൾഡ് ലോൺ. പുരോഗതിയുടെ ആനന്ദം എല്ലാവർക്കും. Co-sponsored by Bima Jewels 100th Anniversary Super Surprise.
പാലക്കാട്ടെ LDF സ്വതന്ത്ര സ്ഥാനാർത്ഥി ഡോക്ടർ പി സരിനെതിരെ വ്യാജ വോട്ട് ആരോപണം ആവർത്തിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഡോക്ടർ പി സരിന് റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് വ്യാജമായി നൽകിയത് BJP ഭരിക്കുന്ന നഗരസഭയാണെന്ന് VD സതീശൻ കുറ്റപ്പെടുത്തി. ആരോപണത്തിന് മറുപടിയുമായി ഡോക്ടർ പി സരിനും ഭാര്യ ഡോക്ടർ സൗമ്യ സരിനും രംഗത്തെത്തി. അധിക്ഷേപം ഇനിയും തുടർന്നാൽ നിയമ നടപടിയെന്ന് ഇരുവരും പറഞ്ഞു. തുടർച്ചയായി രണ്ടാം ദിവസമാണ് LDF സ്ഥാനാർത്ഥി ഡോക്ടർ പി സരിനെതിരെ വ്യാജ വോട്ട് ആരോപണം പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുന്നത്. പാലക്കാട് മണ്ഡലത്തിൽ CPIM ചേർത്ത അവസാനത്തെ കള്ളവോട്ട് പി സരിന്റേത്. സരിന്റെ കള്ളവോട്ട് ഉൾപ്പെടുത്തുന്നതിന് BJP ഭരിക്കുന്ന പാലക്കാട് നഗരസഭ വ്യാജ റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് നൽകി. ഇതാണ് പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം. സരിന്റെ ഭാര്യയുടെ വോട്ടും വ്യാജ വോട്ട് എന്നും ആരോപണം. ഈ പാലക്കാട് മുനിസിപ്പാലിറ്റി അദ്ദേഹത്തിന് റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് കൊടുത്തു. റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് കൊടുക്കണമെങ്കിൽ BJP ഭരിക്കുന്ന മുനിസിപ്പാലിറ്റിയാണ്. 6 മാസം തുടർച്ചയായിട്ട് താമസിച്ചാൽ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. അദ്ദേഹം 3 മാസം പോലും ആയിട്ടില്ല ഇവിടുത്തെ ഒരു വാടക വീട്ടിൽ താമസിക്കാൻ തുടങ്ങി. അതിനു മുമ്പ് അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേരിൽ ഒരു വീടുണ്ടായിരുന്നു, അത് വാടകയ്ക്ക് കൊടുത്തേക്കാണ്. അവിടെ അദ്ദേഹം താമസിച്ചിട്ടില്ല. പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം ചർച്ചയായതോടെയാണ് LDF സ്ഥാനാർത്ഥിയും ഭാര്യ ഡോക്ടർ സൗമ്യ സരനും മറുപടിയുമായി രംഗത്തെത്തിയത്. രാഷ്ട്രീയത്തിൽ ഇടപെടാത്തയാളാണ് താനെന്നും തന്നെ വ്യാജ വോട്ടറെന്ന് വിളിച്ചാൽ കയ്യും കെട്ടി നോക്കിയിരിക്കില്ലെന്നും ഡോക്ടർ സൗമ്യ സരൻ പറഞ്ഞു. ഇപ്പൊ ഞാൻ ഇവിടെ വന്നിരിക്കുന്നതും ഒരു രാഷ്ട്രീയം പറയാനുമല്ല, കാരണം അത് എന്റെ വഴിയല്ല. ഞാനൊരു വ്യാജ വോട്ടറാണ് എന്ന് കേട്ട് മിണ്ടാതിരിക്കേണ്ട ഗതികേട് എനിക്കില്ല. 916 ഒരു ഒറിജിനൽ വോട്ടർ തന്നെയാണെന്നുള്ള പൂർണ്ണ ബോധ്യം എനിക്കുണ്ട്. 2018 വാങ്ങിയ വീടിന്റെ ആധാരം സഹിതം കാണിച്ചായിരുന്നു ഡോക്ടർ സൗമ്യ സരൻ വാർത്താസമ്മേളനത്തിൽ മറുപടി നൽകിയത്. താമസമില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്ന വീടിന്റെ മുകളിലാണ് താൻ താമസിച്ചിരുന്നതെന്നും താഴത്തെ നിലയിൽ താമസിക്കുന്നവർക്ക് അസൗകര്യമുണ്ടാകാതിരിക്കാനാണ് സ്ഥാനാർത്ഥിയായപ്പോൾ 250 മീറ്റർ അകലെയുള്ള മറ്റൊരു വീട്ടിലേക്ക് മാറിയതെന്നും ഡോക്ടർ പി സരൻ പറഞ്ഞു. ഇലക്ഷനുമായി ബന്ധപ്പെട്ട് അവരെ ബുദ്ധിമുട്ടിക്കരുത്. വയസ്സായ അമ്മമാരുണ്ട്. ഞങ്ങൾ താമസിക്കുന്നത് മുകളിലായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകരുത് എന്ന് കണ്ട് മാത്രമാണ് ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് താമസം മാറിയത്. സ്വന്തം വീട്ടിലാണ് താമസിക്കുന്നതെന്ന് ആരെയാണ് ബോധ്യപ്പെടുത്തേണ്ടതെന്നും സരൻ ചോദിച്ചു. 24 പാലക്കാട്. പാലക്കാട്ടെ ഇരട്ട വോട്ട് ആരോപണം ജില്ലാ കളക്ടർ അന്വേഷിക്കും. അന്വേഷണത്തിന്റെ ഭാഗമായി കളക്ടർ BLOമാരിൽ നിന്ന് വിശദീകരണം തേടി. BJP ജില്ലാ പ്രസിഡന്റ് ഹരിദാസിന് ഇരട്ട വോട്ടുണ്ടെന്ന് NDA സ്ഥാനാർത്ഥി C കൃഷ്ണകുമാർ സമ്മതിച്ചു. ഇരട്ട വോട്ടിൽ നടപടിയില്ലെങ്കിൽ 18-ാം തീയതി ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കാനാണ് CPIM ജില്ലാ നേതൃത്വത്തിന്റെ തീരുമാനം. ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രചരണം അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ഇരട്ടവോട്ടാണ് പാലക്കാട്ടെ പ്രധാന ചർച്ചാ വിഷയം. BJPയെയും UDFനെയും ലക്ഷ്യം വെച്ച് CPIM ഉന്നയിച്ച ആരോപണമാണ് കത്തിപ്പടരുന്നത്. 2700 വോട്ട് വ്യാജമായി ചേർത്തുവെന്നാണ് ആരോപണം. എല്ലാ കോണുകളിൽ നിന്നും ആരോപണം വന്നതോടെയാണ് അന്വേഷണത്തിന് ജില്ലാ കളക്ടർ നിർബന്ധിതമായത്. അന്വേഷണത്തിന്റെ ഭാഗമായി BLOമാരിൽ നിന്ന് വിശദീകരണം തേടി. ഇരട്ട വോട്ട് വോട്ടെടുപ്പ് ദിവസം പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുള്ളതിനാൽ കരുതൽ നടപടി വേണമെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷന് നിർദ്ദേശമുണ്ട്. BJP ജില്ലാ പ്രസിഡന്റ് ഹരിദാസിന് പട്ടാമ്പിയിലും പാലക്കാട്ടും വോട്ടുണ്ടെന്ന് കോൺഗ്രസ് ആരോപണം NDA സ്ഥാനാർത്ഥി C കൃഷ്ണകുമാർ സമ്മതിച്ചു. റിമൂവ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടല്ലോ, അത് ഒഴിവാക്കേണ്ടതാരാ? ഒരാൾക്ക് അപേക്ഷ കൊടുക്കാനേ കഴിയുള്ളൂ. അത് അന്വേഷണം നടത്തി ഒഴിവാക്കേണ്ട ഉത്തരവാദിത്തമായിരിക്കും. തെരഞ്ഞെടുപ്പിന്റെ ചുമതല വഹിക്കുന്ന ജില്ലാ കളക്ടർ വലിയ വീഴ്ചയാണ്. ഇരട്ട വോട്ടിനെ പറ്റി അന്വേഷിക്കാനുള്ള തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനത്തെ CPIM സ്വാഗതം ചെയ്തു. എന്നാൽ അന്വേഷണം പ്രഹസനമാകാൻ പാടില്ലെന്നാണ് CPIM നിലപാട്. നടപടി ഉണ്ടായില്ലെങ്കിൽ പ്രചാരണം സമാപിക്കുന്ന ദിവസം ശക്തമായ സമരത്തിലേക്ക് പോകാനാണ് തീരുമാനം. ബോധപൂർവം വ്യാജ വോട്ട് ചേർത്തുന്നതിന് വേണ്ടി മുൻകൂട്ടി തന്നെ കോൺഗ്രസും BJPയും നേതൃത്വം കൊടുത്തു എന്നുള്ളത് അതീവ ഗൗരവതരമാണ്. 24 പാലക്കാട്. മണ്ഡലകാലമാണ്. ഇനി ശരണമന്ത്രത്തിന്റെ നാളുകൾ. ശരണം സന്നിധാനം. ശബരിമലയിൽ മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിന് തുടക്കമായി. മേൽശാന്തി PN മഹേഷ് നമ്പൂതിരി നട തുറന്ന് ദീപം തെളിയിച്ചു. പുതിയ ശബരിമല മാളികപ്പുറം മേൽശാന്തിമാർ ചുമതലയേറ്റു. വൃശ്ചിക മാസം 1 നാളെ പുലർച്ചെ 3 മണിക്കാണ് നട തുറക്കുക. ആദ്യ ദിവസമായ ഇന്ന് 30,000 തീർത്ഥാടകരാണ് വെർച്വൽ ക്യൂ വഴി ശബരിമലയിലെത്തുന്നത്. തന്ത്രി കണ്ഠരര് രാജീവരുടെയും കണ്ഠരര് ബ്രഹ്മദത്തിന്റെയും സാന്നിധ്യത്തിൽ മേൽശാന്തി നട തുറന്നു. പുതിയ മേൽശാന്തിമാർ 18-ാം പടി ചവിട്ടി ശ്രീകോവിലെത്തി. പിന്നാലെ ദർശന സൗഭാഗ്യം തേടിയെത്തിയവർ നിറഞ്ഞ മനസ്സോടെ അയ്യപ്പനെ തൊഴുതു. ശരണമന്ത്രമുഖരിതമായി അയ്യപ്പ സന്നിധി.
ശബരിമല മേൽശാന്തിയായി അരുൺകുമാർ നമ്പൂതിരിയും മാളികപ്പുറം മേൽശാന്തിയായി ടി വാസുദേവൻ നമ്പൂതിരിയും ചുമതലയേറ്റു. ദേവസ്വം മന്ത്രി VN വാസവൻ സന്നിധാനത്തെത്തി ഒരുക്കങ്ങൾ വിലയിരുത്തി. കൂടുതലായി വരുന്ന ആളുകൾ ആരും ദർശനം കിട്ടാതെ മടങ്ങരുത് എന്നതിനെ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. ആ സൗകര്യം ഒരുക്കും. അത് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാണ്. ഗവൺമെൻറ്റും പ്രഖ്യാപിച്ചു, ബോർഡും പ്രഖ്യാപിച്ചിരുന്നു. അതനുസരിച്ചുള്ള ക്രമീകരണം ഏർപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട് പമ്പയിൽ. പിന്നീട് ഇപ്പോൾ ഈ വെർച്വൽ ക്യൂവിൽ നേരത്തെ ബുക്ക് ചെയ്ത് 70,000 ബുക്ക് ചെയ്ത് മുഴുവൻ വന്നോളുന്നില്ല, എല്ലാം ഇടയ്ക്ക് ക്യാൻസലേഷൻ വരും. അതിനനുസരിച്ച് മറ്റതിൽ നമ്മൾ മാറ്റങ്ങൾ വരുത്തുകയും ചെയ്യും. പതിവിൽ നിന്ന് വ്യത്യസ്തമായി നാളെ മുതൽ 18 മണിക്കൂറാണ് ദർശന സമയം. പുലർച്ചെ 3 മണിക്ക് നട തുറക്കും. 24 സന്നിധാനം. കൽപ്പാത്തി അഗ്രഹാര വീഥികളെ ഭക്തിസാന്ദ്രമാക്കി ദേവരഥ സംഗമം. 3 ദിവസങ്ങളിലെ രഥപ്രയാണം പൂർത്തിയാക്കി ദേവരഥങ്ങൾ തേരുമുട്ടിയിൽ സംഗമിച്ചു. 10,000ങ്ങളാണ് ചാറ്റൽ മഴ അവഗണിച്ച് രഥോത്സവം കാണാൻ ഒഴുകിയെത്തിയത്. മൂന്ന് ദിവസം അഗ്രഹാര വീഥികളിലൂടെ വിവിധ ക്ഷേത്രങ്ങളിലെ തേരുകളിലേറി ഭഗവാൻമാർ ഭക്തരെ കാണാൻ വലം വച്ചു. ഒടുവിൽ ചരിത്രപ്രസിദ്ധമായ ദേവരഥ സംഗമം. കൊള്ളാം. ഇന്നലെ വൈകിട്ട് ഞങ്ങളിവിടെ വന്നായിരുന്നു. കൊള്ളാം. മൊത്തത്തിൽ നല്ലൊരു ആംബിയൻസ് ആണ് കിട്ടിയിരിക്കുന്നത്. അതെ അടിപൊളിയാണ്. ആദ്യമായിട്ട് അനുഭവമാണ്. ഇത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ആദ്യമായിട്ട് കാണാം. സന്തോഷമായി. ഇതുവരെ കാണാൻ പറ്റാത്തതുകൊണ്ട് സന്തോഷമായി. ഇത് കണ്ടതുകൊണ്ട് വലിയ ആഗ്രഹമായിരുന്നു. വൈകിട്ട് 3 മണിയോടെ പഴയ കൽപ്പാത്തി രഥവും ചാത്തപ്പുറം രഥവും പതിയെ പ്രയാണം തുടങ്ങി. അഗ്രഹാര തെരുവുകളിൽ പിന്നെ വാദ്യഘോഷങ്ങളുടെ ഉത്സവത്തിമിർപ്പ്. വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമി ക്ഷേത്രത്തിന് മുൻപിലുള്ള രഥവും മറ്റ് 2 തേരുകളും നേരത്തെ സ്ഥാനം പിടിച്ചു. മന്തക്കര മഹാഗണപതിയെ കണ്ട് പഴയ കൽപ്പാത്തി ശ്രീകൃഷ്ണസ്വാമിയുടെ രഥവും പിറകിൽ ചാത്തപുരം രഥവും വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമിക്ക് മുൻപിലേക്കെത്തി. ചെറിയ ചാറ്റൽ മഴയുണ്ടായിരുന്നെങ്കിലും വലിയ ആവേശത്തോടെ തന്നെയായിരുന്നു ഇത്തവണത്തെ രഥോത്സവം. രഥങ്ങൾ സംഗമം പൂർത്തിയാക്കിയതോടെ അടുത്ത രഥോത്സവത്തിന് കാണാമെന്ന് പ്രത്യാശയോടെ അഗ്രഹാര തെരുവുകളിലേക്ക് ഒഴുകിയെത്തിയ ജനക്കൂട്ടം മടങ്ങി. ടീം 24 പാലക്കാട്. ഇനി കായിക വാർത്തകളിലേക്കാണ്. ഇന്ത്യക്കെതിരായ 4ാം T20യിൽ 284 റൺസ് വിജയലക്ഷ്യം പിന്തുടരുന്ന ദക്ഷിണാഫ്രിക്കയ്ക്ക് മോശം തുടക്കം. 10 റൺസ് എടുക്കുന്നതിനിടെ 4 വിക്കറ്റ് നഷ്ടമായി. സഞ്ജു സാംസന്റെയും തിലക് വർമ്മയുടെയും സെഞ്ചുറി കരുത്തിലാണ് ഇന്ത്യ 1 വിക്കറ്റിന് 283 റൺസ് എടുത്തത്. ഈ കായിക പ്രേമികൾക്ക്, പ്രത്യേകിച്ച് ഈ ക്രിക്കറ്റ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് വല്ലാത്ത ആവേശവും ഊർജ്ജവും ഉണ്ടാക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കടക്കുകയാണ്. മുനമ്പം ഭൂമി പ്രശ്നത്തിൽ രമ്യമായ പരിഹാരത്തിന് സർക്കാർ തയ്യാറാകുന്നില്ലെങ്കിൽ മുന്നിട്ടിറങ്ങുമെന്ന് മുസ്ലിം ലീഗ്. പ്രശ്നം പരിഹരിക്കുന്നതിന് പാണക്കാട് സാദിഖ് അലി ശിഹാബ് പരിഹരിക്കുമെന്നാണ് ശിഹാബ് തങ്ങൾ പറഞ്ഞത്. ബിഷപ്പുമാരെ കാണുമെന്ന് PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. മുസ്ലിം ലീഗ് നിലപാടിനെ മുനമ്പം ഭൂസംരക്ഷണ സമിതി സ്വാഗതം ചെയ്തു. മുനമ്പം ഭൂപ്രശ്നം പരിഹരിക്കാൻ 22-നാണ് മുഖ്യമന്ത്രി യോഗം വിളിച്ചിരിക്കുന്നത്. ഈ യോഗത്തിലും പ്രശ്നം പരിഹരിക്കപ്പെട്ടില്ലെങ്കിൽ പരിഹാര ഫോർമുലയുമായി ഇറങ്ങാനാണ് മുസ്ലിം ലീഗിന്റെ തീരുമാനം. ഇതിനായി പാണക്കാട് സാദിഖ് അലി തങ്ങളുടെ നേതൃത്വത്തിൽ ബിഷപ്പുമാരെ കാണുമെന്ന PK കുഞ്ഞാലിക്കുട്ടി. രമ്യമായ പരിഹാരം ഗവൺമെന്റ് ഉണ്ടാക്കൂലെന്നുണ്ടെങ്കിൽ രമ്യമായ പരിഹാരം ഉണ്ടാക്കാൻ തന്നെ ഞങ്ങൾ മുന്നിട്ടിറങ്ങും. തങ്ങൾ അവിടുത്തെ അഭ്യുന്നതരായ ബിഷപ്പ്മാർ അവരുമായിട്ട് അവസരം കിട്ടിയാൽ സംസാരിക്കണം എന്നുള്ള നിലയിലുള്ള കാര്യങ്ങൾ ഞങ്ങൾ നീക്കുന്നുണ്ട്. പാണക്കാട് സാദിഖ് അലി തങ്ങളുടെ നേതൃത്വത്തിലുള്ള പരിഹാര ശ്രമങ്ങളോട് ബിഷപ്പുമാരും സഹകരിക്കുമെന്നാണ് ലീഗ് കണക്ക് കൂട്ടുന്നത്. നിലപാടിനെ മുനമ്പം ഭൂസംരക്ഷണ സമിതി സ്വാഗതം ചെയ്തു. ഇത് പരിഹരിക്കണം. എവിടെയോ എന്തോ വന്ന ഒരു മിസ്റ്റേക്ക്, അത് വഖഫ് പ്രോപ്പർട്ടി അല്ല, അവരെല്ലാവരും പറയുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന അഴിമതി നടത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ കോടാനുകോടി രൂപയുടെ അഴിമതി. പ്രശ്നം ചർച്ച ചെയ്ത് പരിഹരിക്കുമെന്നും പ്രകോപനപരമായ നിലപാടുകൾ നാടിന്റെ സമാധാനാന്തരീക്ഷം തകർക്കുമെന്നും CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വ്യക്തമാക്കി. മുനമ്പം നിവാസികളെ ഒരാളെപ്പോലും കുടിയിറക്കില്ലെന്ന് റവന്യൂ മന്ത്രി K രാജനും വ്യക്തമാക്കി. മുനമ്പം ഭൂസമര സമിതിയുടെ റിലേ നിരാഹാര സമരം 34ാം ദിവസത്തിലേക്ക് കടന്നു. മുഖ്യമന്ത്രി 22-ന് വിളിച്ച യോഗത്തിൽ അനുകൂലമായ പ്രഖ്യാപനം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് സമരസമിതി. 24 മലപ്പുറം. മുനമ്പം ഭൂമി പ്രശ്നത്തിൽ മുസ്ലിം സംഘടനകളുടെ യോഗ തീരുമാനം തള്ളി സമസ്ത മുഖപത്രത്തിൽ SYS നേതാവ് മുസ്തഫ മുണ്ടുപാറയുടെ ലേഖനം.
ലേഖനം ആശയക്കുഴപ്പമുണ്ടാക്കിയതോടെ തന്റെ വ്യക്തിപരമായ അഭിപ്രായമാണെന്ന് മുസ്തഫ മുണ്ടുപാറ വിശദീകരിച്ചു. മുസ്തഫ മുണ്ടുപാറയെ പിന്തുണയ്ക്കാൻ സമസ്ത നേതാക്കളോ മുസ്ലിം ലീഗോ തയ്യാറായതുമില്ല. മുനമ്പത്തേത് വഖഫ് ഭൂമി തന്നെയെന്നാണ് സമസ്ത മുഖപത്രം സുപ്രഭാതത്തിലെ ലേഖനത്തിൽ മുസ്തഫ മുണ്ടുപാറ പറയുന്നത്. വഖഫ് ഭൂമി അഡ്ജസ്റ്റ്മെന്റുകൾക്കുള്ളതല്ല എന്ന തലക്കെട്ടിലാണ് ലേഖനം. എന്തടിസ്ഥാനത്തിലാണ് വഖഫ് ഭൂമി അല്ലെന്ന് ചില രാഷ്ട്രീയ നേതാക്കൾ പ്രഖ്യാപിക്കുന്നതെന്ന് ലേഖനത്തിൽ മുസ്തഫ മുണ്ടുപാറ ചോദിക്കുന്നു. താൽപര്യങ്ങളുടെയും അഡ്ജസ്റ്റ്മെന്റുകളുടെയും പുറത്ത് പരിഹാരം കണ്ടെത്താനാകില്ലെന്നും ലേഖനത്തിൽ പറയുന്നു. ഭൂമി പ്രശ്നത്തിൽ മുസ്ലിം സംഘടനകളുടെ തീരുമാനത്തെ ആശയക്കുഴപ്പത്തിലാക്കുന്നതാണ് ലേഖനമെന്ന അഭിപ്രായമുയർന്നു. പലരും പല ലേഖനങ്ങൾ എഴുതുന്നുണ്ടാവാം. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും അപവാദം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അങ്ങനെ സമുദായങ്ങൾ തമ്മിൽ അകലുന്നൊരു സാഹചര്യമാണ് ഇപ്പം പല മേഖലകളിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇത് എത്രയും പെട്ടെന്ന് പരിഹാരം ഉണ്ടാകേണ്ട വിഷയമാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ലേഖനത്തെ മുനമ്പം ഭൂസംരക്ഷണ സമിതിയും തള്ളി. പിന്നാലെ ലേഖനത്തിൽ വിശദീകരണവുമായി മുസ്തഫ മുണ്ടുപാറ. പത്രത്തിൽ വരുന്നത് സമസ്തയുടെ നിലപാടായി പരിഗണിക്കേണ്ടതില്ലെന്ന് ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ പലതവണ വ്യക്തമാക്കിയതാണ്. അത് ആ ലേഖകന്റെ അഭിപ്രായം മാത്രമായിട്ടാണ് കണക്കാക്കേണ്ടത്. സംസ്ഥയുടെ നിലപാടെന്ന അർത്ഥത്തിൽ അതിനെ വ്യാഖ്യാനിക്കേണ്ടതായിട്ടില്ല. മുനമ്പം വിഷയത്തിൽ മുസ്തഫ മുണ്ടുപാറയുടെയും ഉമർ ഫൈസി മുക്കത്തിന്റെയും നിലപാട് സമസ്തയുടേതല്ലെന്ന് SYS സംസ്ഥാന സെക്രട്ടറി അബ്ദുൽ സമദ് പൂക്കോട്ടൂരും വ്യക്തമാക്കി. സമസ്തയുടെ നിലപാട് പറയേണ്ടത് സമസ്തയുടെ മുഷാവറയാണ്, അല്ലെങ്കിൽ അതിന്റെ പ്രസിഡന്റ്, സെക്രട്ടറി പോലുള്ള ഉയർന്ന നേതാക്കളാണ്. ഏതെങ്കിലും പ്രഭാഷണത്തിലല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും സമസ്തയുടെ ആളുകളല്ല, അല്ലെങ്കിൽ അവരെ വക്താക്കളായി ചുമതലപ്പെടുത്തപ്പെടാത്ത സാഹചര്യത്തിൽ അവരല്ല അത് പറയേണ്ടത്. മുനമ്പത്തേത് വഖഫ് ഭൂമിയാണെന്ന വാദം ഉയർത്തുമ്പോഴും ഭൂമി പണം കൊടുത്ത് വാങ്ങിയവരെ ഇറക്കി വിടരുതെന്ന നിലപാടാണ് മുസ്തഫ മുണ്ടുപാറയ്ക്കും അബ്ദുൽ സമദ് പൂക്കോട്ടൂരും ഉൾപ്പെടെയുള്ളവർക്ക്. ന്യൂസ് ഡെസ്ക് 24. മുനമ്പം വിഷയത്തിൽ സുപ്രഭാതം മുഖപ്രസംഗത്തിനെതിരെ കത്തോലിക്ക കോൺഗ്രസ്. ലേഖനം മുസ്ലിം സമുദായത്തിന്റെ മുഴുവൻ അഭിപ്രായമല്ലെന്ന് കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ ഡയറക്ടർ ഫാദർ ഫിലിപ്പ് കവിയിൽ 24-നോട് പറഞ്ഞു. വയനാട്ടിൽ വോട്ടിംഗ് കുറഞ്ഞതിന് പിന്നിൽ വഖഫ് വിഷയത്തിന്റെ സ്വാധീനമുണ്ടെന്നും ഫാദർ ഫിലിപ്പ് കവിയിൽ. ചില തീവ്രവാദ നിലപാടുള്ളവർ പറയുന്നത് ആ സമുദായത്തിൻ്റെ മൊത്തം അഭിപ്രായമായിട്ട് എടുക്കേണ്ട ആവശ്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കുഞ്ഞാലിക്കുട്ടി സാഹിബ് തന്നെ ഈ ഒരു വാദത്തെ തള്ളിക്കളയുകയും ഈ പ്രശ്നം പരിഹരിക്കാൻ ശാശ്വതമായ പരിഹാരം കണ്ടെത്തണമെന്ന് പറയുകയും ചെയ്തു. അത് നമ്മൾ എടുക്കുകയാണ് ചെയ്യേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. വയനാട്ടിലെ പോളിംഗ് ശതമാനം കുറഞ്ഞത് ഈ നാട്ടിലെ രാഷ്ട്രീയക്കാരുടെ കണ്ണു തുറപ്പിക്കേണ്ടതാണ്. ഈ വഖഫ് വിഷയം ഇപ്പോൾ നമ്മൾ ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യമാണ്. ഈ വോട്ട് ചെയ്യാതിരിക്കുക എന്ന് പറയുന്നത് അതൊരു പ്രതിഷേധത്തിൻ്റെ ഭാഗം കൂടിയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. വരും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ കാര്യം വെളിവാകുകയും ചെയ്യുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി വളരെ പോസിറ്റീവായിട്ടുള്ള, വളരെ സന്തോഷം നൽകുന്ന ഒരു വാർത്തയിലേക്കാണ്. സാക്ഷരതാ മിഷൻ നടത്തിയ 7ാം ക്ലാസ് തുല്യതാ പരീക്ഷയിൽ വിജയിച്ച് നടൻ ഇന്ദ്രൻസ്. 500-ൽ 297 മാർക്ക് വാങ്ങിയാണ് ഇന്ദ്രൻസ് പരീക്ഷ പാസ്സായത്. 68-ാം വയസ്സിലാണ് ഇന്ദ്രൻസ് പരീക്ഷ എഴുതിയത്. 10ാം ക്ലാസ് തുല്യതാ പരീക്ഷ നേടുക എന്നതാണ് ഇന്ദ്രൻസിന്റെ അടുത്ത ലക്ഷ്യം. ഇതിനായി അപേക്ഷിച്ചപ്പോഴാണ് ആദ്യപടിയായി 7ാം ക്ലാസ് പരീക്ഷ എഴുതേണ്ടി വന്നത്. തിരുവനന്തപുരം മട്ടക്കുളങ്ങരയിലെ സ്കൂളിലാണ് ഇന്ദ്രൻസ് പരീക്ഷ എഴുതിയത്. പലതുകൊണ്ടും മാതൃകയാക്കേണ്ട ഒരാളാണ് ഇന്ദ്രൻസ്, അല്ലേ? ഏജ് ഈസ് ജസ്റ്റ് എ നമ്പർ. ഇനി നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കടക്കാം. കണ്ണൂർ കേളകത്ത് നാടക സംഘത്തിന്റെ ബസ് മറിഞ്ഞ് 2 നടിമാർക്ക് ദാരുണാന്ത്യം. കായംകുളം മുതുകുളം സ്വദേശി അഞ്ജലി, കരുനാഗപ്പള്ളി തേവലക്കര സ്വദേശിനി ജെസ്സി മോഹൻ എന്നിവരാണ് മരിച്ചത്. പരിക്കേറ്റ 9 പേർ ചികിത്സയിൽ തുടരുന്നു. മരിച്ചവരുടെ കുടുംബത്തിന് സർക്കാർ ധനസഹായം പ്രഖ്യാപിച്ചു. കായംകുളം ദേവ കമ്മ്യൂണിക്കേഷൻസ് നാടക സംഘം കണ്ണൂർ കടന്നപ്പള്ളിയിൽ വനിതാ മെസ് എന്ന പേരിലുള്ള നാടകം അവതരിപ്പിച്ചു. വയനാട് സുൽത്താൻ ബത്തേരിയിലായിരുന്നു അടുത്ത അരങ്ങ്. 14 അംഗ സംഘത്തിന്റെ രാത്രിയാത്ര അവസാനിച്ചത് ദുരന്തത്തിൽ. ഗൂഗിൾ മാപ്പ് നോക്കിയായിരുന്നു യാത്ര. ഗതാഗതം നിരോധിച്ച നെടുമ്പോയിൽ ചുരംപാതയിലൂടെ യാത്ര ചെയ്യുന്നതിനിടെ ഗതാഗത തടസ്സം തിരിച്ചറിഞ്ഞു. തുടർയാത്രയ്ക്ക് ഇടുങ്ങിയ പാത തിരഞ്ഞെടുത്തു. മലയാമ്പടി റോഡിലെ കുത്തനെയുള്ള ഇറക്കവും കൊടുംവളവും. വാഹനം നിയന്ത്രണം വിട്ട താഴ്ചയിലേക്ക് പതിച്ചു. ഒരു കുത്തനെയുള്ളൊരു ഇറക്കമാണ്. ഇറങ്ങി താഴെ വരുമ്പോൾ വണ്ടി അങ്ങ് തന്നെ ഇരയ്ക്കുമായിരുന്നു. അപ്പം ഉമേഷ് എന്ന് പറയുന്ന ആളാണ് ഓടിച്ചത്. അപ്പോൾ ഇരച്ച് വന്നപ്പോഴും ഞാൻ പറഞ്ഞു, വണ്ടി ഒന്ന് ഈ സൈഡ് ഒതുക്ക്. എന്നിട്ട് പറയും ചവിട്ടിയിട്ട് കിട്ടുന്നില്ല എണ്ണാന്ന് പറഞ്ഞു. അങ്ങനെ ആ കൊടും വളഞ്ഞു വരുമ്പോഴും വണ്ടി നേരെ അങ്ങ് താഴോട്ടങ്ങ് പോകും. മരിച്ച കായംകുളം സ്വദേശിനി അഞ്ജലിയും കരുനാഗപ്പള്ളി സ്വദേശിനി ജെസ്സിയും നാടക സമിതിയിലെ പ്രധാന താരങ്ങൾ.
നമ്മളെ സ്നേഹിക്കുന്നവരുടെ മുമ്പിൽ നമ്മൾ വല്ലപ്പോഴും തോറ്റു കൊടുത്താലേ നമ്മൾ ജയിച്ചു. തുച്ഛമായ തുകയ്ക്ക് ജീവിതം കരുപ്പിടിക്കാൻ പൊരുതിയവർ. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് സർക്കാർ 25,000 രൂപ ധനസഹായം പ്രഖ്യാപിച്ചു. പരിക്കേറ്റവരുടെ ചികിത്സാ സഹായവും സർക്കാർ വഹിക്കും. എന്നാൽ പ്രഖ്യാപിച്ച തുക അപര്യാപ്തമാണെന്ന വിമർശനവുമുണ്ട്. 24 കണ്ണൂർ. ഇപ്പോൾ വരുന്ന ദുഃഖകരമായ ഒരു വാർത്തയിലേക്കാണ്. പത്തനംതിട്ടയിൽ ഹോസ്റ്റൽ കെട്ടിടത്തിന് മുകളിൽ നിന്ന് വീണ നഴ്സിംഗ് വിദ്യാർത്ഥിനി മരിച്ചു. തിരുവനന്തപുരം അയരൂപ്പാറ സ്വദേശി അമ്മുയെ സജീവാണ് മരിച്ചത്. വിവരങ്ങളുമായി AV ജയശങ്കർ ചേരുന്നു. ജയശങ്കർ, എപ്പോഴായിരുന്നു അന്ത്യം സംഭവിച്ചത്? വിവരങ്ങൾ. അതായത് ഇന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വെച്ചാണ് പെൺകുട്ടിയുടെ മരണം സംഭവിച്ചിരിക്കുന്നത്. കുറച്ച് ദിവസമായി പെൺകുട്ടി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. തിരുവനന്തപുരം അയരൂട്ടുപാറ സ്വദേശിനിയാണ് മരണപ്പെട്ട അമ്മുവെ സജീവ്. പത്തനംതിട്ടയിലെ ഒരു സ്വകാര്യ നഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥിനിയാണ്. ഈ പെൺകുട്ടി താമസിച്ചുകൊണ്ടിരുന്ന ഹോസ്റ്റൽ കെട്ടിടത്തിന് മുകളിൽ നിന്ന് ഇവർ വീഴുകയായിരുന്നു. വീണ് അപകടം സംഭവിച്ചു. ഗുരുതരാവസ്ഥയിലാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തിച്ചത്. ഇതിനുശേഷം ചികിത്സയിൽ തുടരുന്നതിനിടെയാണ് ഇത്തരത്തിലൊരു മരണം സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും ഈ മരണവുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം ഇതിനകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. കാരണം ഈ ആത്മഹത്യയാണോ അതോ ഏതെങ്കിലും തരത്തിലുള്ള അപകടമാണോ എന്ന വിഷയവുമായി ബന്ധപ്പെട്ടാണ് പോലീസ് അന്വേഷണം നടത്തുന്നത്. പോലീസ് അന്വേഷണത്തിലായിരിക്കും ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരിക. ശരി, AV ജയശങ്കർ വിവരങ്ങൾ നൽകുകയായിരുന്നു. ശ്രീലങ്കയുടെ ചരിത്രത്തിൽ ഇതാദ്യമായി തമിഴ് ഭൂരിപക്ഷ മേഖലയായ ജാഫ്നയിൽ സിംഗള ഭൂരിപക്ഷമുള്ള ഇടത് സഖ്യത്തിന് ജയം. തമിഴ് പാർട്ടികൾ തോറ്റു. പ്രസിഡന്റ് അനുര ദിസനായകയുടെ NPP സഖ്യത്തിന് 225-ൽ 159 സീറ്റിലും ജയം. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്നപ്പോൾ നാഷണൽ പീപ്പിൾസ് പവർ പാർട്ടിക്ക് ഭൂരിപക്ഷം. 225 സീറ്റുകളിൽ 159 സീറ്റ് നേടി. തമിഴ് വിഭാഗവും ന്യൂനപക്ഷവും കൂടുതലുള്ള ജാഫ്ന ജില്ല പിടിക്കാൻ കഴിഞ്ഞത് ചരിത്ര നേട്ടമായി. പ്രതിപക്ഷ പാർട്ടി നേതാവ് സജിത് പ്രേമദാസയുടെ യുണൈറ്റഡ് പീപ്പിൾസ് പവർ പാർട്ടിക്ക് 40 സീറ്റ് മാത്രമാണ് നേടാൻ കഴിഞ്ഞത്. സെപ്റ്റംബർ 23-നാണ് പ്രസിഡന്റ് അനുര ദിസനായകെ അധികാരമേറ്റത്. 50% താഴെ മാത്രം വോട്ട് ലഭിച്ചത് പാർലമെന്റിൽ വലിയ വെല്ലുവിളിയാകുമെന്ന് മുൻകൂട്ടി കണ്ട ദിസനായകെ ഒറ്റ ദിവസത്തിനുള്ളിൽ പാർലമെന്റ് പിരിച്ചുവിട്ടു. 2 മാസം കൊണ്ട് വലിയൊരു ശതമാനം ജനങ്ങളുടെ പിന്തുണ നേടാൻ ദിസനായകയ്ക്ക് കഴിഞ്ഞു. ശ്രീലങ്കയ്ക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിനു ശേഷം വർഷങ്ങളോളം രാജ്യം ഭരിച്ച പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികളെ പിന്തള്ളിയാണ് ജനങ്ങൾ ദിസനായകയെ പിന്തുണച്ചത്. 5 വർഷമാണ് പാർലമെന്റിന്റെ കാലാവധി. ഇന്റർനാഷണൽ ഡെസ്ക് 24. സമാധാന സന്ദേശവുമായി കേരളത്തിലെത്തിയ മദീന ഹറം ഇമാം ഷെയ്ഖ് ഡോക്ടർ അബ്ദുള്ള അബ്ദുറഹ്മാൻ അൽ ബുഐജാന്റെ നേതൃത്വത്തിൽ എറണാകുളം കടവന്ത്ര രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ ജുമുഅ നമസ്കാരം നടന്നു. ലോകത്തിൽ യുദ്ധങ്ങൾ ഉണ്ടാകാതിരിക്കാൻ എല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് ഷെയ്ഖ് ഡോക്ടർ അബ്ദുള്ള അബ്ദുറഹ്മാൻ അൽ ബുഐജാൻ സന്ദേശത്തിൽ പറഞ്ഞു. മതസഹിഷ്ണുതയും സമാധാന സന്ദേശവുമായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഹറം ഇമാമുമാരെ സൗദി അറേബ്യ അയക്കുന്നതിന്റെ ഭാഗമായാണ് മദീന ഹറം ഇമാം ഷെയ്ഖ് ഡോക്ടർ അബ്ദുള്ള അബ്ദുറഹ്മാൻ അൽ ബുഐജാൻ കേരളത്തിലെത്തിയത്. കടവന്ത്ര രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന ജുമുഅ നമസ്കാരത്തിന് ഹറം ഇമാം നേതൃത്വം നൽകി. ഇമാമിന്റെ നേതൃത്വത്തിലുള്ള ജുമുഅ നമസ്കാരത്തിൽ പങ്കെടുക്കാൻ ഒട്ടേറെ പേരെത്തി. KNM സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ അബ്ദുൽ മജീദ് സൊലാഹി ഇമാമിന്റെ ഖുതുബ പരിഭാഷപ്പെടുത്തി. കൊച്ചിയിലെ പൗരപ്രമുഖരായും ഇമാം കൂടിക്കാഴ്ച നടത്തി. 24 കൊച്ചി. പ്രധാനപ്പെട്ട ചില വാർത്തകളിലേക്ക് കൂടി കടക്കുകയാണ്. പാക് അധീന കശ്മീരിൽ ചാമ്പ്യൻസ് ട്രോഫി പര്യടനം നടത്താനുള്ള പാകിസ്ഥാന്റെ നീക്കം തടഞ്ഞ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിൽ. PCB നടപടി പ്രകോപനപരം എന്ന ഇന്ത്യയുടെ പരാതിക്ക് പിന്നാലെയാണ് ICCയുടെ ഇടപെടലുണ്ടായത്. ചാമ്പ്യൻസ് ട്രോഫി വേദിയെ ചൊല്ലിയുള്ള വിവാദങ്ങൾ തുടരുന്നതിനിടെ പാക് അധീന കശ്മീരിൽ പിടിച്ചുള്ള PCBയുടെ പ്രകോപന ശ്രമം മുളയിലെ നുള്ളി അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിൽ. ടൂർണമെന്റിന്റെ പ്രചാരണാർത്ഥം ട്രോഫി പര്യടനം നടത്തുന്ന സ്ഥലങ്ങളുടെ കൂട്ടത്തിൽ POKയിൽ പെടുന്ന സാർദു, മുറി, മുസറാബാദ് എന്നിവയെ ഉൾപ്പെടുത്തുകയായിരുന്നു പാക് ക്രിക്കറ്റ് ബോർഡ്. ട്രോഫി ടൂർ ഔദ്യോഗികമായി ICC അംഗീകരിക്കുന്നതിന് മുമ്പേയായിരുന്നു PCBയുടെ ഏകപക്ഷീയമായ നടപടി. BCCI എതിർപ്പറിയിച്ചതിന് പിന്നാലെ പാക് നീക്കം ICC തടഞ്ഞു. അടുത്ത വർഷത്തെ ചാമ്പ്യൻസ് ട്രോഫി പാകിസ്ഥാനിൽ നടക്കുമോ എന്നതിൽ ഇപ്പോഴും അന്തിമ തീരുമാനമായിട്ടില്ല. വേദിയായി പാകിസ്ഥാനെ തെരഞ്ഞെടുത്തെങ്കിലും അവിടെ പോയി കളിക്കില്ലെന്ന നിലപാടിലാണ് BCCI. 2008-ലെ മുംബൈ ഭീകരാക്രമണത്തിന് ശേഷം
പാകിസ്ഥാനുമായുള്ള എല്ലാ ക്രിക്കറ്റ് ബന്ധങ്ങളും ഇന്ത്യ ഉപേക്ഷിച്ചിരുന്നു. ലോകകപ്പിനടക്കം പാക് ടീം ഇവിടെ വന്ന് കളിച്ചെങ്കിലും ഇന്ത്യ പാകിസ്ഥാനിലേക്ക് പോയിട്ടില്ല. ചാമ്പ്യൻസ് ട്രോഫിക്കും അവിടെ പോയി കളിക്കില്ലെന്നും ഇന്ത്യയുടെ മത്സരങ്ങൾ ഹൈബ്രിഡ് മാതൃകയിൽ UAE-യിൽ നടത്തണമെന്നും BCCI ആവശ്യപ്പെട്ടു. ICCയുടെ ഏറ്റവും വലിയ വരുമാന സ്രോതസ്സായ BCCIയെ പിണക്കാൻ പറ്റാത്തതിനാൽ വേദിയുടെ കാര്യത്തിൽ ICC ഇപ്പോഴും മൗനം തുടരുകയാണ്. സ്പോർട്സ് ഡെസ്ക് 24. 78ാമത് സന്തോഷ് ട്രോഫി ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിനുള്ള കേരള ടീമിനെ പ്രഖ്യാപിച്ചു. 22 അംഗ ടീമിനെ പ്രതിരോധ താരം G സഞ്ജു നയിക്കും. ഈ മാസം 20-ന് കോഴിക്കോടാണ് കേരളത്തിന്റെ ആദ്യ മത്സരം. യുവതാരങ്ങൾക്കും പരിചയസമ്പന്നർക്കും ഒരുപോലെ പ്രാധാന്യം നൽകുന്ന ടീമിനെയാണ് KFA പ്രസിഡന്റ് നവാസ് മീരാൻ പ്രഖ്യാപിച്ചത്. സൂപ്പർ ലീഗ് കേരളയിലെ 10 താരങ്ങൾ ഉൾപ്പെട്ടതാണ് 22 അംഗ ടീം. ഗോൾ കീപ്പർമാര് അജ്മൽ S പാലക്കാട്, മുഹമ്മദ് അഷർ K മലപ്പുറം, മുഹമ്മദ് നിയാസ് K പാലക്കാട്. ആക്രമണ ഫുട്ബോളിനാണ് പ്രാധാന്യം നൽകുക എന്ന് പരിശീലകൻ ബിബി തോമസ് മുട്ടത്ത് 24-നോട് പറഞ്ഞു. 100% നമ്മൾ അറ്റാക്കിംഗ് ഫുട്ബോളാണ് കളിക്കുക. പക്ഷേ ആദ്യം നമ്മൾ നമ്മുടെ ഗോൾ സേഫ് ആയിക്കൊണ്ടാണ് നമ്മൾ എതിർമുഖത്തേക്ക് പോവുക. നല്ല ക്രൗഡിനെ എക്സ്പെക്റ്റ് ചെയ്യുന്നു. കേരള സൂപ്പർ ലീഗിൽ കണ്ടതുപോലെ തന്നെ നല്ലൊരു ക്രൗഡ് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, കേരളത്തിന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വരും എന്ന് തീർച്ചയായിട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നു. സന്തോഷ് ട്രോഫിക്കായി 5ാം തവണ ബൂട്ട് കിട്ടുന്ന നായകൻ സഞ്ജുവും വലിയ പ്രതീക്ഷയിലാണ്. ഈ പ്രാവശ്യം നല്ല പ്രതീക്ഷയുണ്ട്. അപ്പോൾ എല്ലാവരും നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്ലേയേഴ്സാണ്. യങ്സ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ കൂടി ആയാലും അവർ നല്ല എക്സ്പീരിയൻസ്ഡ് ആണ്. അപ്പോൾ നമ്മുടെ കളീനെ നല്ല രീതിയിൽ നമുക്ക് അവരുടെ എക്സ്പീരിയൻസ് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും ഇങ്ങനത്തെ ഒരു ടൂർണമെന്റ്. ഗോൾ കീപ്പർ S ഹജുമലാണ് ഉപനായകൻ. 17-കാരനായ മുഹമ്മദ് റിഷാദ് ഗഫൂറും ടീമിൽ ഇടം പിടിച്ചു. ഈ മാസം 20 മുതൽ 24 വരെ കോഴിക്കോട് EMS കോർപ്പറേഷൻ സ്റ്റേഡിയത്തിലാണ് കേരളത്തിന്റെ മത്സരങ്ങൾ. ചടങ്ങിൽ സൂപ്പർ ലീഗ് കേരള വൻ വിജയമാക്കിയതിന് ഗോകുലം കേരള FCയുടെ ഉപഹാരം ഗോകുലം ചിറ്റ്സ് DGM MK ബൈജു KFA പ്രസിഡന്റ് നവാസ് മീരാന് സമ്മാനിച്ചു. 24 കോഴിക്കോട്. ഔദ്യോഗിക കൃത്യനിർവഹണത്തിനിടെ പരുക്കേറ്റ് കിടപ്പിലായ പോലീസ് ഉദ്യോഗസ്ഥന് കേരള പോലീസ് അസോസിയേഷൻ വീട് നിർമ്മിച്ചു നൽകി. വടകര സ്വദേശി അനുരൂപിനാണ് സഹപ്രവർത്തകർ കൈത്താങ്ങായത്. സ്പീക്കർ AN ഷംസീർ താക്കോൽ കൈമാറി. കഴിഞ്ഞ വർഷം ജൂലൈ 15-നായിരുന്നു പട്രോളിങ്ങിനിടെ പോലീസ് വാഹനം മറിഞ്ഞ് പേരാമ്പ്ര പോലീസ് സ്റ്റേഷനിലെ 4 ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റത്. സ്പൈനൽ കോഡിന് പൊട്ടലുണ്ടായതോടെ ശരീരം തളർന്ന് അനുരൂപ് കിടപ്പിലായി. ദുരന്ത വാർത്ത അറിഞ്ഞ സഹപ്രവർത്തകർ അനുരൂപിനെ സഹായിക്കാനായി മുന്നോട്ട് വന്നു. മുഴുവൻ അംഗങ്ങളിൽ നിന്നും 100 രൂപ വീതം സമാഹരിച്ച് 20 ലക്ഷത്തോളം രൂപ ചിലവഴിച്ച് വീടെന്ന സ്വപ്നം ഒടുവിൽ യാഥാർത്ഥ്യമാക്കി. സ്പീക്കർ AN ഷംസീർ താക്കോൽ കൈമാറി. നമുക്ക് ഉയർത്തിക്കാണിക്കാൻ സാധിക്കുന്ന ഒരു പുതിയ മോഡലാണ് കേരള പോലീസ് സേനക്കകത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ അപകടത്തിൽപ്പെട്ടപ്പം അദ്ദേഹത്തെ സഹായിക്കാൻ ഒരു വീട് വെച്ചു കൊടുക്കുന്ന പ്രവൃത്തി കേരളത്തിലെ പോലീസ് സേന കാണിച്ച ഏറ്റവും ഉദാത്തമായ മാതൃകയാണ്. കേരളത്തിലെ പോലീസ് സേന കാണിച്ച ഈ അനുകരണീയ മാതൃക ഇത് ഏറ്റവും കൂടുതൽ പ്രശംസ അർഹിക്കുന്ന മാതൃകയാണെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതിലൂടെ അനുരൂപ് മാത്രമല്ല, അനുരൂപിലൂടെ ഈ സേനക്കകത്തുള്ള 10,000-കണക്കിന് ആളുകളുടെയും ആത്മവിശ്വാസം വർദ്ധിച്ചു. നേരത്തെ എടുത്ത ഭവന വായ്പ പോലീസ് ഹൗസിംഗ് സഹകരണ സംഘം എഴുതിത്തള്ളി. ഞാൻ അപകടം പറ്റുന്നതിന് മുമ്പേ വീടെന്നൊരു സ്വപ്നം ഉണ്ടായിരുന്നു. അത് പാതി വഴി നിന്നുപോയതാണ്. അപ്പോൾ കേരള പോലീസ് ഹൗസിംഗ് സൊസൈറ്റിയിൽ നിന്ന് ഞാനൊരു ഭരിച്ച സംഖ്യ ലോൺ എടുത്തിരുന്നു. അപ്പോൾ അതും ഇപ്പോൾ എഴുതി തള്ളിയിട്ടുണ്ട്. വളരെ ഭംഗിയായ രീതിയിലാണ് എൻ്റെ വീടിൻ്റെ പണി പൂർത്തീകരിച്ചത്. ഭാവി ജീവിതത്തിൽ യൂണിഫോം അണിഞ്ഞ് എൻ്റെ കാക്കി കുടുംബത്തിലേക്ക് തിരികെ പ്രവേശിക്കണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്. കുറ്റ്യാടി MLA KP കുഞ്ഞമ്മദ്കുട്ടി മാസ്റ്റർ, കോഴിക്കോട് റൂറൽ SP നിതിൻ രാജ് എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. 24 കോഴിക്കോട്. ഇതോടെ 24 റൗണ്ട് പൂർണ്ണമാകുന്നു.